നമസ്കാരം. പ്രേക്ഷകര് 1991, 92, 93 കാലഘട്ടത്തിൽ പത്രങ്ങൾ വായിച്ചു കാണും. അത് ഓർമ്മയുള്ളവരുണ്ടാവും. അതായത് മനോരമ പത്രത്തിലും അതുപോലെയുള്ള പ്രമുഖമായ മാതൃഭൂമി മറ്റ് പല പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യം വരും. തേക്ക്, ആട്, മാഞ്ചിയം, ഇങ്ങനെ വ്യത്യസ്തമായ തേക്ക് മരം നട്ട് 25 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും രൂപ ഒരു മരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 കൊല്ലം, 35 കൊല്ലം, 25 കൊല്ലം ഇങ്ങനെ ഒരു സമയം പറയുന്നുണ്ട്. അതിലവർ നമുക്ക് തിരിച്ചു തരുന്നത്, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22,500 രൂപയായിരുന്നു ഒരു യൂണിറ്റിൻ്റെ അന്ന് റേറ്റ് ഈടാക്കിയത്. എന്നിട്ട് 25 കൊല്ലം കഴിയുമ്പോൾ അവർ നമുക്ക് 10 ലക്ഷം രൂപ തരും, 20 ലക്ഷം രൂപ തരും എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ഒരു യൂണിറ്റിനാണ്. അങ്ങനെ ചില 10 യൂണിറ്റ് എടുത്തവരുണ്ട്, 50 യൂണിറ്റ് എടുത്തവരുണ്ട്, 100 യൂണിറ്റ് എടുത്തവരുണ്ട്. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ എവിടെ പോയി? വളർന്നോ വളർന്നില്ലയോ? അപ്പോൾ ഇതെല്ലാം വഞ്ചനയാണ്, ചതിവാണ്. പൊതുജനങ്ങളെ മാസമായിട്ട് പറ്റിക്കുന്ന, അതായത് എല്ലാവർക്കും ഇപ്പോൾ ന്യൂജൻ ആർക്കും അറിയാൻ പറ്റില്ല, വളരെ കുറച്ച് പ്രായമുള്ളവർക്കറിയാം. 1991, 92, 93 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തേക്ക്, മാഞ്ചിയം എന്നൊരു വൃക്ഷമുണ്ട്. അത് ഭയങ്കരമായിട്ട് വളർന്ന് വലുതായി, പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് തടി കിട്ടും. അങ്ങനെ അത് വിറ്റ് കാശ് നമ്മളെ ഏൽപ്പിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവരെല്ലാം എവിടെയോ കൊണ്ട് തേക്ക് നട്ട് വെച്ചിട്ട് വരുന്നവരെല്ലാം കാണിക്കുന്നത് ഇത് നിങ്ങളുടെ തേക്കുന്ന, എന്നിട്ട് പേപ്പറിൽ എഴുതി കൊടുക്കും, ക്യാഷ് കളക്ട് ചെയ്യും. ആ ക്യാഷ് എവിടെ പോയി? ഓരോ മരത്തിനും 20 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞ് 10 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര 2 കോടി രൂപയായില്ലേ? ആ കാശ് ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയാമോ? പക്ഷെ അത് ഈ മണി മാറ്റേഴ്സിന് ലിമിറ്റേഷൻ ആക്ട് എന്നൊരു ഏർപ്പാടുണ്ട്. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രം നിങ്ങൾക്ക് അവകാശപ്പെട്ടാൽ, പരാതി കൊടുത്താൽ മാത്രമേ അതിന് കേസ് എടുക്കാനുള്ള ഒരു നിയമവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിപ്പം ലിമിറ്റേഷൻ ആക്ട് ഇതിനകത്ത് ബാധകമാണ്, തീർച്ചയായിട്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ 30 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 30 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് കേസ്, അതായത് കമ്പനികൾ അവരൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാക്കേണ്ട, ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് അങ്ങനെ ഏതെങ്കിലും കാശ് നഷ്ടപ്പെട്ടവർ എന്നെ ഒന്ന് വിളിക്കുക, ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.